ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ മലയാളത്തിൽ പറയുന്നൊരു രീതി ഇങ്ങനെയാണ്. ഇത് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഇത് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള പാടുള്ള കാര്യമൊന്നുമല്ല, ഇത് വിശ്വസിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഇത് പൂർത്തിയാക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, അതുപോലെ തന്നെ ഇത് പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ആര് പറഞ്ഞു? ഇത് പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഇത് ചെയ്യാൻ പറ്റാത്ത അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, ഇത് ചെയ്യാൻ പറ്റാത്തത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഇത് വിശ്വസിക്കാൻ അത്ര പാടുള്ള കാര്യമൊന്നുമല്ല, ഇത് പഠിക്കാൻ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇത് ഇംഗ്ലീഷിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത് എന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് വിശ്വസിക്കാൻ അത്ര പാടുള്ള കാര്യമൊന്നുമല്ല. ഇതൊക്കെ ഇപ്പൊ എന്താ വിശ്വസിക്കാൻ പണി? ഇത് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഇത് പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല, അതുപോലെ തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ അത്ര പാടുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ പോവാണ്. അപ്പൊ ഇതിനായിട്ടൊരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേണിൽ നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാ സെന്റൻസുകളും ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇത് പറയുന്നത്: ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ്, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ്. അത്ര കഠിനമല്ല, അത്ര പ്രയാസമല്ല, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ്, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ്. അത്ര മാത്രം പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അതിനുശേഷം എന്താണ് ആ കാര്യം എന്ന് മാത്രം പറഞ്ഞാൽ മതി, സംഭവം സെറ്റായി. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ബിലീവ്, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ബിലീവ്. ഇത് വിശ്വസിക്കാൻ അത്ര പാടുള്ള കാര്യമൊന്നുമല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാ പറയുന്നത്? ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ബിലീവ്, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ബിലീവ്. അത്ര വിശ്വസിക്കാൻ കഠിനമായ ഒരു കാര്യമൊന്നുമല്ല, വിശ്വസിക്കാൻ അത്ര പ്രയാസകരമായ കാര്യമൊന്നുമല്ല. ഇതൊക്കെ ഇപ്പോൾ ആര് പറഞ്ഞാലും വിശ്വസിക്കും. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ബിലീവ്. ഇത് വിശ്വസിക്കാൻ അത്ര കഠിനമായ കാര്യമൊന്നുമല്ല. ഇതേ പാറ്റേണിലാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ഹാൻഡിൽ. ഇത് കൈകാര്യം ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ഹാൻഡിൽ. ഇത് കൈകാര്യം ചെയ്യാൻ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ഹാൻഡിൽ. ഇത് കൈകാര്യം ചെയ്യാൻ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അതുപോലെ തന്നെ ഒരാൾ ഇങ്ങനെ പറയാണ്, ഇത് ചോദിക്കാൻ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. എന്താ പറ്റി ചോദിച്ചാൽ അങ്ങനെ എത്ര ആളുകൾ ചോദിക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ആസ്ക്, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ആസ്ക്. ഇത് ചോദിക്കാൻ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ എത്ര ആൾ ചോദിക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ആസ്ക്. അതുപോലെ തന്നെ ഇങ്ങനെ പറയാണ്, ഇത് പഠിക്കാൻ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഇതൊക്കെ ഇപ്പൊ എത്ര ആൾ പഠിച്ചിട്ട് പരീക്ഷ പാസ്സാവുന്നു? നമ്മളൊന്നല്ലല്ലോ ആദ്യമായിട്ട്. അപ്പൊ എങ്ങനെയാണ്? ഇത് പഠിക്കാൻ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ലേൺ, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ലേൺ. ഇത് വേണമെങ്കിൽ ഞാൻ 2 ദിവസം കൊണ്ട് പഠിച്ചു തരാം, ഇതൊരു വട്ടം കണ്ടാൽ എനിക്ക് മനസ്സിലാവും അല്ലേ? അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ലേൺ. ഇത് പഠിക്കാൻ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ലേൺ. ഇങ്ങനെയും പറയാന്നുള്ളത്. അതുപോലെ തന്നെ ഒരാൾ ഒരു ഫുഡ് കഴിക്കുകയാണ്. അപ്പൊ അതെല്ലാവരും കഴിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അവന്റെ നാട്ടിൽ അതെല്ലാവരും കഴിക്കും, പക്ഷെ ഈ വന്ന വ്യക്തിക്ക് അത് ഒരുപക്ഷെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ അയാളോട് പറയാണ്, പിന്നെ ഇത് നിങ്ങൾ കഴിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, ഇത്തിരി പ്രയാസമാണ്, അല്ലെങ്കിൽ അല്പം എരിവുള്ളതാണ് എന്നൊക്കെ പറയാണ്. അപ്പോ ആ ആള് പറയാണ്, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ഈറ്റ്, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ഈറ്റ്. ഇത് തിന്നാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഞാൻ തിന്നിട്ടുണ്ട്, ഞാൻ അത് കഴിച്ചിട്ടുണ്ട്, ഇത് കഴിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ഈറ്റ്. ഇത് കഴിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഇത് കഴിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇനി കുടിക്കാനാണെങ്കിലോ, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ഡ്രിങ്ക്. ഇത് കുടിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, ഇത് വേണമെങ്കിൽ നമുക്ക് കുടിക്കാവുന്നതേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ഡ്രിങ്ക്. അതുപോലെ തന്നെ ഇങ്ങനെ പറയാണ്, ഇത് മെരുക്കിയെടുക്കാൻ അത്ര പാടുള്ള കേസൊന്നുമല്ല. നിങ്ങൾ പറഞ്ഞ അത്രയൊന്നും കഷ്ടപ്പാടൊന്നുമില്ല. ഇത് വേണമെങ്കിൽ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് നമുക്ക് മെരുക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ടെയിൽ, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ടെയിൽ. നിങ്ങൾ പറഞ്ഞ അത്ര മെരുക്കിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല, ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഹാർഡ് ടു ടെയിൽ. ഇത് മെരുക്കിയെടുക്കാൻ അത്ര പ്രയാസമുള്ള കേസൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. മനസ്സിലായാലും തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.